ഈ വരുന്ന 2024 ഓണപരീക്ഷയ്ക്ക് 7ാം ക്ലാസ്സിന് വേണ്ടി പ്രത്യേകം തയ്യാറാക്കിയ ഒരു സെറ്റ് മാതൃക ചോദ്യപേപ്പറാണിത്. ഇത് കൃത്യമായി പഠിച്ചു പോകുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും ഇംഗ്ലീഷ് വിഷയത്തിൽ നല്ല മാർക്ക് നേടാനാകും. എന്തൊക്കെയാണ് നോക്കാനുള്ളത് നോക്കാം. 1. Reading comprehension. 2. Conversation. 3. Poster making. 4. Editing. 5. Thought. 6. Speech. 7. Character sketch. 8. Diary entry. 9. Letter writing. 10. Travel experience. ഒന്നാമതായി നോക്കാനുള്ളത് റീഡിംഗ് കോംപ്രഹെൻഷൻ, അതായത് വായന മനസ്സിലാക്കിയെടുക്കൽ. സാധാരണയായി ചോദിക്കാറുള്ളത് ഒരു കവിതയോ ഒരു ചെറുകഥയോ ചോദ്യപേപ്പറിൽ തരും. അതിൽ നിന്നും 5 ചോദ്യങ്ങൾ നമുക്ക് തരും. കവിതയാകാം, കഥയുമാകാം. കൃത്യമായി 5 ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക. റീഡിംഗ് കോംപ്രഹെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കൂ, ഒരു കവിതയാണ് ചോദ്യപേപ്പറിൽ നൽകിയത്. 4 ചോദ്യങ്ങളും കാണാം. അതിന് കൃത്യമായ ഉത്തരം നമ്മൾ നൽകേണ്ടതുണ്ട്. ഓരോ ചോദ്യവും നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, Pick out 2 pairs of rhyming words. ഒന്നാമത്തെ ചോദ്യം, കവിതയിൽ നിന്നും റൈമിംഗ് വേർഡ്സ് തിരഞ്ഞെടുത്തു എഴുതാനാണ്. നമുക്കറിയാം എന്താണ് റൈമിംഗ് വേർഡ്സ്. Rhyming words are 2 or more words that have the same or similar ending sound. I will repeat. Rhyming words are 2 or more words that have the same or similar ending sound. അതായത് കവിതയുടെ വരികളിൽ ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകൾ. അവിടെ കൊടുത്ത ഉത്തരം നോക്കൂ. 1. സ്പ്രിംഗ് ആൻഡ് സിംഗ് കവിതയുടെ വരികളിൽ ഒരേപോലെ അവസാനിക്കുന്ന വാക്കുകളാണ്. സ്പ്രിംഗ് ആൻഡ് സിംഗ്, സോ ഇവയാണ് കവിതയിലെ റൈമിംഗ് വേർഡ്സ്. അതേപോലെ മറ്റൊരു ഉത്തരമാണ് ട്രീസ് ആൻഡ് ബീസ്. റൈമിംഗ് വേർഡ്സ് എന്താണ് എന്നത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2. Write an example of alliteration from the poem. എന്താണ് അലിറ്ററേഷൻ എന്ന് നോക്കാം. The repetition of the same letter sound across the start of several words in a line. I will repeat. The repetition of the same letter sound across the start of several words in a line. അതായത് ഒരു വരിയിലെ നിരവധി വാക്കുകളുടെ തുടക്കത്തിൽ തന്നെ അക്ഷരത്തിന്റെ ആവർത്തനത്തെ അലിറ്ററേഷൻ എന്ന് പറയുന്നു. നോക്കൂ, ഫ്രം ഫ്ലവർ ടു ഫ്ലവർ they fly. ഇതിൽ എഫ് എന്നുള്ള ലെറ്റർ ഒരേ വരിയിൽ തന്നെ ഒരുപാട് വാക്കുകൾക്കു ആദ്യ ഉച്ചാരണമായി വരുന്നു. ഇതിനെ അലിറ്ററേഷൻ എന്ന് പറയുന്നു. ഇനി ഒരിക്കലും മറക്കാൻ പാടില്ല. മലയാളത്തിൽ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. കാക്കേ കാക്കേ കൂടെവിടെ എന്ന പാട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് അലിറ്ററേഷന് മറ്റൊരു മലയാളത്തിലുള്ള ഉദാഹരണമാണ്. ഇതുപോലുള്ള മറ്റു ഉദാഹരണങ്ങൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. 3. Find out refrain from the poem. എന്താണ് റെഫ്രൈൻ എന്ന് നോക്കാം. A line that is repeated periodically within the poem. I will repeat. A line that is repeated periodically within the poem. കവിതയ്ക്കുള്ളിൽ ഇടയ്ക്കിടെ ആവർത്തിക്കുന്ന വരികളാണ് റെഫ്രൈൻ. The cold winter has passed and now comes spring. ഈ വരി 3 തവണ കവിതയിൽ റിപ്പീറ്റ് ചെയ്യുന്നു. സോ ഇതാണ് കവിതയിലെ റെഫ്രൈൻ. നാലാമത്തെ ചോദ്യം നോക്കാം. 4. What happens when the warm sun comes out? ചൂടുള്ള സൂര്യൻ പുറത്തു വരുമ്പോൾ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം. ഇത് കവിതയിലെ ഒരു സാധാരണ ചോദ്യം മാത്രമാണ്. ഇതുപോലെയും കവിതയിൽ നിന്ന് വ്യത്യസ്തമായ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് അനുയോജ്യമായ ഉത്തരങ്ങൾ നിങ്ങൾ എഴുതേണ്ടതാണ്. ഉത്തരം: When the warm sun comes out, little cherry blossoms are in bloom. ചൂടുള്ള സൂര്യൻ പുറത്തു വരുമ്പോൾ ചെറിയ ചെറി പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നു. റീഡിംഗ് കോംപ്രഹെൻഷൻ ഒരു പ്രവർത്തനം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇതിൽ കൊടുത്തത് ഒരു കവിതയാണ്. ചിലപ്പോൾ കഥയുമാകാം. അനുയോജ്യമായ ഉത്തരങ്ങൾ കണ്ടെത്താൻ ശ്രദ്ധിക്കുമല്ലോ. ഇനി രണ്ടാമത്തെ ഒരു പ്രവർത്തനമാണ് കോൺവെർസേഷൻ. കോൺവെർസേഷൻ എന്നാൽ സംഭാഷണം. നമ്മുടെ പാഠഭാഗങ്ങളിലുള്ള ഏതേലും 2 കഥാപാത്രങ്ങൾക്കുള്ള ഒരു സാഹചര്യം തന്നിട്ട് ഒരു സംഭാഷണം എഴുതാൻ പറയും. ഒരു ഉദാഹരണം നോക്കാം.
The next day, Ricky arrives at school. He shares about his robot with his best friend Rohit. Write about the possible conversation between Ricky and his best friend. അടുത്ത ദിവസം റിക്കി തന്റെ സ്കൂളിലെത്തി. അവൻ തന്റെ ഉറ്റ സുഹൃത്ത് രോഹിതുമായി തന്റെ റോബോട്ടിനെക്കുറിച്ച് പങ്കുവയ്ക്കുന്നു. റിക്കിയും അവന്റെ ഉറ്റ സുഹൃത്തും തമ്മിലുള്ള സംഭാഷണം എഴുതുക. ഇതിന്റെ ഒരു മാതൃക ഉത്തരം കുറച്ചു നോക്കാം. Hey, you won't believe what happened. My father bought a robot. ഹേയ്, സംഭവിച്ചത് നീ വിശ്വസിക്കില്ല. എന്റെ അച്ഛൻ ഒരു റോബോട്ട് വാങ്ങി. Is it? What functions does it perform? ശരിക്കും? അത് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു? He will do all the household chores. വീട്ടുജോലികളെല്ലാം അവൻ ചെയ്യും. Wonderful. അദ്ഭുതം. I was very negligent about my belongings. But the robot cleaned my room and became a role model for me. എന്റെ കാര്യത്തിൽ ഞാൻ വളരെ അശ്രദ്ധയായിരുന്നു. എന്നാൽ റോബോട്ട് എന്റെ മുറി വൃത്തിയാക്കി. എനിക്ക് ഒരു മാതൃകയായി. I want one like that, too. Can you show your robot? എനിക്കും അങ്ങനെ ഒന്ന് വേണം. നിങ്ങളുടെ റോബോട്ടിനെ കാണിക്കാമോ? Of course. You just come home tomorrow. തീർച്ചയായും. നീ നാളെ വീട്ടിൽ വന്നാൽ മതി. ഇങ്ങനെയാണ് സംഭാഷണം എഴുതാൻ ഉണ്ടാകുക. ഒരു ഉദാഹരണം മാത്രമാണ് ഇവിടെ കൊടുത്തത്. പാഠപുസ്തകത്തിലെ ഏതെങ്കിലും 2 കഥാപാത്രങ്ങളുടെ സാഹചര്യം എടുത്തുകൊണ്ട്. ഇതുപോലുള്ള സാഹചര്യം നമ്മൾ ഉണ്ടാക്കുകയും സംഭാഷണങ്ങൾ എഴുതി പഠിക്കുകയും ചെയ്യുക. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്കാം. പോസ്റ്റർ മേക്കിംഗ്. ഒരു പോസ്റ്റർ ഉണ്ടാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തണം? 1. കൃത്യമായ ഒരു ടൈറ്റിൽ കൊടുക്കുക. 2. വിഷയമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ ഉൾപ്പെടുത്തുക. 3. ഏറ്റവും ചുരുക്കിയ ഉള്ളക്കം ചേർക്കുക. 4. ആകർഷകമായ രീതിയിൽ ചിത്രീകരിക്കുക. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നല്ലൊരു പോസ്റ്റർ നിങ്ങൾക്ക് ഉണ്ടാക്കാം. 4ാമത്തെ പ്രവർത്തനം നോക്കാം. 4ാമത്തെ പ്രവർത്തനത്തിന് മുൻപ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ആവശ്യക്കാർക്ക് അയച്ചു കൊടുക്കുക. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതുപോലുള്ള വീഡിയോ ലഭിക്കാനുള്ള വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് ജോയിൻ ചെയ്യാം. 4ാമത്തെ പ്രവർത്തനം എഡിറ്റിംഗ്. എഡിറ്റിംഗ് എന്നാൽ തിരുത്തൽ എന്നാണ്. നമ്മുടെ പാഠഭാഗത്തിൽ നിന്നും കുറച്ചു സെന്റൻസുകൾ തെറ്റായിട്ട് തരും. തെറ്റുവന്ന വാക്കുകൾ ശരിയാക്കി എഴുതുക എന്നതാണ്. ഒരു ഉദാഹരണം നോക്കാം. നിങ്ങൾ നോക്കൂ. തന്നിട്ടുള്ള പാരഗ്രാഫിൽ പച്ച നിറത്തിൽ അണ്ടർലൈൻ ചെയ്ത വാക്കുകൾ തെറ്റായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് ശരിയാക്കി എഴുതുക. ആദ്യം കൊടുത്തിട്ടുള്ളത് ലീവ് എന്നാണ്, അത് ലീവ്ഡ് എന്നാക്കുക. രണ്ടാമത്തേത് എവർ എന്നുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്, EVER എന്നാണ് ശരിയായ ലെറ്റേഴ്സ്. മൂന്നാമത്തേതും 4ാമത്തേതും ഒരു സെന്റൻസിലെ ആദ്യ വാക്കിന്റെ ആദ്യ ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ആയിരിക്കണം. ശരിയായി ഈ പാരഗ്രാഫ് എങ്ങനെ എഴുതണം നോക്കാം. ശരിയായ രൂപമാണിത്. ഇതുപോലെ നിങ്ങൾക്ക് ശരിയാക്കി എഡിറ്റിംഗ് എന്ന പ്രവർത്തനം കൃത്യമായി എഴുതണമെങ്കിൽ പരീക്ഷയ്ക്ക് വരുന്ന എല്ലാ പാഠഭാഗവും നല്ല രീതിയിൽ വായിച്ചു പോകുക. 5ാമത്തെ പ്രവർത്തനം നോക്കാം. തോട്ട് അഥവാ ചിന്ത. നമുക്ക് പാഠഭാഗങ്ങളിലെ ഏതേലും കഥാപാത്രങ്ങളുടെ സാഹചര്യങ്ങൾ തന്നിട്ട് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ എഴുതാൻ പറയും. എങ്ങനെയാണ് സിമ്പിളായി ചിന്ത എഴുതാം എന്ന് നോക്കാം. ചിന്തകൾ എഴുതാനുള്ള ഏറ്റവും എളുപ്പവും ഫലപ്രദവുമായ മാർഗം അവയെ സംഭാഷണം പോലെ കൈകാര്യം ചെയ്യുക എന്നതാണ്. ചിന്തകൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന രൂപത്തിൽ എഴുതുക. എങ്ങനെ ചിന്തകൾ എഴുതി തുടങ്ങാം എന്ന് നോക്കാം. ഒരു ഉദാഹരണം കൊടുത്തത് നോക്കൂ. റോബോട്ടിനെക്കുറിച്ചുള്ള റിക്കിയുടെ പരാതികൾ. റിക്കിയുടെ പിതാവ് ചെവിക്കൊണ്ടില്ല. അവർ തമ്മിൽ രൂക്ഷമായ തർക്കമുണ്ടായി. തർക്കത്തിനു ശേഷം അവന്റെ ചിന്ത എന്തായിരിക്കും? ഇതിൽ റിക്കി അവനോട് തന്നെ സംസാരിക്കുന്ന പോലെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളും ഇങ്ങനെയാണ് എളുപ്പത്തിൽ ചിന്തകൾ എഴുതേണ്ടത്. റിക്കി എന്താണ് പറയുന്നത് നോക്കാം. ഞാൻ പറയുന്നത് അച്ഛന് മനസ്സിലാകുന്നില്ല. റോബോട്ടുകൾക്ക് അനുകൂലമായി അദ്ദേഹം വാദിക്കുന്നു. അയാൾക്ക് റോബോട്ടിനെ വളരെ ഇഷ്ടമാണ്. എനിക്ക് റോബോട്ടുകളെ ഇഷ്ടമല്ല. അവൻ ഇവിടെ നിന്ന് ധാരാളം സാധനങ്ങൾ മോഷ്ടിക്കുന്നു. അച്ഛൻ എന്റെ വാക്കുകൾ വിശ്വസിക്കാത്തതിൽ എനിക്ക് വളരെ സങ്കടമുണ്ട്. ഇവിടെ നിന്ന് എനിക്ക് എങ്ങനെ റോബോട്ടിനെ ഒഴിവാക്കാനാകും? കഥാപാത്രം സ്വന്തമായി സംസാരിക്കുന്ന രൂപത്തിൽ സാഹചര്യം മനസ്സിലാക്കി എഴുതുക. 6ാമത്തെ പ്രവർത്തനം നോക്കാം. സ്പീച്ച്.
അഥവാ പ്രസംഗം. പ്രസംഗം എന്നാൽ ആശയങ്ങൾ, അഭിപ്രായങ്ങൾ എന്നിവയുടെ സംസാര പ്രകടനത്തെ പ്രസംഗം എന്ന് പറയുന്നു. ഒരു ഉദാഹരണം കൊടുത്തത് നോക്കൂ. Write a speech about the internet. ഇന്റർനെറ്റിനെക്കുറിച്ച് ഒരു പ്രസംഗം എഴുതുക. Very good morning to all. Today, I am here to present a speech on the internet. Someone has rightly said that the world is a small place. The internet has really brought the world together. We all know about the technological advancements happening in the world. The internet has nowadays become such an important part of life. We should also educate and make people aware of online cybercrime and fraud. എല്ലാവർക്കും വളരെ നല്ല പ്രഭാതം. ഇന്ന് ഞാൻ ഇന്റർനെറ്റിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ വന്നിരിക്കുന്നു. ലോകം ഒരു ചെറിയ സ്ഥലമാണെന്ന് ആരോ പറഞ്ഞത് ശരിയാണ്. ഇന്റർനെറ്റ് ലോകത്തെ ശരിക്കും ഒരുമിപ്പിച്ചിരിക്കുന്നു. ലോകത്ത് നടക്കുന്ന സാങ്കേതിക പുരോഗതിയെക്കുറിച്ച് നമുക്കെല്ലാം അറിയാം. ഇന്റർനെറ്റ് ഇന്ന് ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. ഓൺലൈൻ സൈബർ കുറ്റകൃത്യങ്ങളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചും നമ്മൾ ജനങ്ങളെ ബോധവാന്മാരാക്കുകയും വേണം. ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. എങ്ങനെ ഒരു പ്രസംഗം തുടങ്ങണമെന്നും അവസാനിക്കണമെന്നും നിങ്ങളുടേതായിട്ടുള്ള കുറച്ച് ശൈലികൾ പഠിച്ചു വെക്കുക. 7ാമത്തെ പ്രവർത്തനം നോക്കാം. പ്രിയ കൂട്ടുകാരെ, ഇതുപോലുള്ള വീഡിയോ തുടർച്ചയായി ലഭിക്കുവാൻ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ. ക്യാരക്ടർ സ്കെച്ച് അഥവാ കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവരണം. നമ്മുടെ കഥയിലെ ഒരു പ്രത്യേക കഥാപാത്രത്തെക്കുറിച്ചുള്ള വിവരണമാണ് ക്യാരക്ടർ സ്കെച്ച്. ഒരു ഉദാഹരണം കൊടുത്തത് നോക്കൂ. നിങ്ങൾ ഒരു ക്യാരക്ടർ സ്കെച്ച് എഴുതുമ്പോൾ ആ വ്യക്തി എങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു, എങ്ങനെ ചിന്തിക്കുന്നു, അദ്ദേഹത്തിന്റെ ശാരീരിക പ്രത്യേകതകൾ എന്നതുൾപ്പെടെയുള്ള ശക്തമായ ഒരു ചിത്രം വായനക്കാരൻ നൽകുക. അതായത് ആ കഥാപാത്രത്തെക്കുറിച്ചുള്ള മുഴുവനായിട്ടുള്ള ഒരു വിവരണം നിങ്ങൾ നൽകുക. അതിനനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് പരീക്ഷയിൽ ലഭിക്കുന്ന മാർക്ക്. ഒരു ഉദാഹരണം നോക്കാം. അതിനുശേഷം എങ്ങനെ എഴുതാം എന്ന് നോക്കാം. എ റോബോട്ട് വിത്ത് വൈറസ് എന്ന പാഠഭാഗത്തിലെ റിക്കിയെക്കുറിച്ചുള്ള ക്യാരക്ടർ സ്കെച്ചാണ് നമ്മൾ തയ്യാറാക്കേണ്ടത്. Ricky is a 12-year-old boy living in the city. He is short and very lazy. He doesn't like the robot his dad bought him. Ricky faces a challenge when a robot comes into his life. He says that the robot steals belongings here. He always argues with his father. നഗരത്തിൽ താമസിക്കുന്ന 12 വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ് റിക്കി. അവൻ ഉയരം കുറഞ്ഞവനും വളരെ മടിയനുമാണ്. അവന്റെ അച്ഛൻ വാങ്ങിയ റോബോട്ടിനെ അവന് ഇഷ്ടമല്ല. ഒരു റോബോട്ട് അവന്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ റിക്കി ഒരു വെല്ലുവിളി നേരിടുന്നു. റോബോട്ട് വീട്ടിലുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നതായി അവൻ പറയുന്നു. അവൻ എപ്പോഴും അച്ഛനോട് വഴക്കുണ്ടാക്കും. ബാക്കിയുള്ള ഭാഗം നിങ്ങൾ പൂരിപ്പിക്കുമല്ലോ. ഇങ്ങനെയാണ് ഒരു ക്യാരക്ടർ സ്കെച്ച് നമ്മൾ തയ്യാറാക്കേണ്ടത്. അതുപോലെ ക്യാരക്ടർ സ്കെച്ച് തയ്യാറാക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. 1 പ്രായം, പേരും. 2 ശാരീരിക രൂപം. 3 ഇഷ്ടാനിഷ്ടങ്ങൾ. 4 മറ്റ് കഥാപാത്രങ്ങളുള്ള പെരുമാറ്റം. 5 കഥയുടെ തുടക്കത്തിൽ വ്യക്തിത്വം. 6 കഥയുടെ അവസാനം വ്യക്തിത്വം. 7 കഥാപാത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം. ക്യാരക്ടർ സ്കെച്ച് തയ്യാറാകുമ്പോൾ കഴിയുന്നതും നിങ്ങൾ ഇതൊക്കെ ഉൾപ്പെടുത്തണം. അടുത്ത പ്രവർത്തനം നോക്കാം. ഡയറി കുറിപ്പ് തയ്യാറാക്കൽ. എങ്ങനെയാണ് ഡയറി കുറിപ്പ് തയ്യാറാക്കൽ എന്ന് നോക്കാം. ഒരു ഉദാഹരണം നോക്കൂ. റോബോട്ട് തെറ്റായി പ്രോഗ്രാം ചെയ്തിട്ടില്ലെന്ന് റിക്കി മനസ്സിലാക്കുന്നു. അവൻ സ്വയം ലജ്ജിച്ചു. റിക്കി എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി എൻട്രി എഴുതുക. Wednesday, 19th June 2024. Today is a day I will never forget in my life. My father had built a robot. But he steals all the things here. I argued with my father. After that, I understood that he was a good robot. It had been programmed well. Regret deeply. I decided to become a maximum efficiency boy like him. Today, robot taught me a good lesson. ഇന്ന് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ദിവസമാണ്.
എന്റെ അച്ഛൻ ഒരു യന്ത്രമനുഷ്യനെ നിർമ്മിച്ചു. എന്നാൽ അവൻ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും മോഷ്ടിക്കുന്നു. ഞാൻ അച്ഛനോട് വഴക്കിട്ടു. പിന്നീടാണ് മനസ്സിലായത് ഇവൻ നല്ലൊരു റോബോട്ടാണെന്ന്. അത് നന്നായി പ്രോഗ്രാം ചെയ്തിരുന്നു. അഗാധമായി ഖേദിക്കുന്നു. അവനെപ്പോലെ ഒരു കാര്യക്ഷമതയുള്ളവനാകാൻ ഞാൻ തീരുമാനിച്ചു. ഇന്ന് റോബോട്ട് എന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചു. ഒരു ഡയറി എങ്ങനെ എഴുതാം എന്ന് നോക്കാം. അല്ലെങ്കിൽ എന്തൊക്കെ പരിഗണിക്കണം എന്ന് നോക്കാം. 1. മുകളിൽ ഇടഭാഗത്ത് തീയതി, ദിവസവും സമയവും. 2. ദിവസം വിവരിച്ചുകൊണ്ട് ഡയറി ആരംഭിക്കുക. 3. അന്നേ ദിവസത്തെ സംഭവവികാസങ്ങൾ എഴുതുക. 4. അവസാന പരാമർശത്തോടെ അവസാനിപ്പിക്കുക. ഇനി ഒരു ഡയറിയുടെ തുടക്കഭാഗം എങ്ങനെ എഴുതാം എന്നതിനുള്ള ഉദാഹരണം നോക്കാം. Today was the day that I couldn't forget. Today is a day I will never forget in my life. It was a precious day. 9ാമത്തെ പ്രവർത്തനമാണ് ലെറ്റർ റൈറ്റിംഗ് അല്ലെങ്കിൽ ഇമെയിൽ റൈറ്റിംഗ്. ഈ ഒരു പ്രവർത്തനത്തിൽ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ കത്തുകൾ എഴുതേണ്ടത്. ആദ്യം വേണ്ടത് കത്ത് എഴുതുന്ന ആളുടെ അഡ്രസ് ആണ്. അതിനുശേഷം അഭിവാദ്യം ചെയ്തു തുടങ്ങുക. ഉദാഹരണം, ഡിയർ ഫ്രണ്ട്. പിന്നീട് കത്തിലൂടെ അറിയിക്കേണ്ട പ്രധാന വിഷയം എഴുതുക. പിന്നെ കത്ത് അവസാനിപ്പിക്കാനുള്ള വാക്യങ്ങൾ നൽകുക. ഉദാഹരണം, സിൻസിയർലി. കത്തിനെ 2 തരം തിരിക്കാം: ഫോർമൽ ലെറ്ററും ഇൻഫോർമൽ ലെറ്ററും. അല്ലെങ്കിൽ ബിസിനസ് ഓർ ഫ്രണ്ട്ലി ലെറ്റർ. ഫോർമൽ ലെറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പ്രൊഫഷണൽ കത്ത് ആണ്. അത് ഒഫീഷ്യൽ ഭാഷയിൽ എഴുതുന്നു. ഉദാഹരണം, ഒരു കമ്പനിയിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക. ഇൻഫോർമൽ ലെറ്റർ എന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നിങ്ങളുടെ സുഹൃത്തുക്കളെയോ കുടുംബാംഗങ്ങളെയോ അറിയിക്കുന്നതിനായി എഴുതിയ വ്യക്തിഗത കത്തുകളാണ് ഇൻഫോർമൽ ലെറ്റർ. ഒരു ഫോർമൽ ലെറ്ററിന് ഉദാഹരണം നോക്കൂ. എന്റെ ലാപ്ടോപ്പ് മാറ്റിസ്ഥാപിക്കാൻ ഞാൻ എങ്ങനെ ആവശ്യപ്പെടും? ഒരു ഇമെയിൽ അയക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രം എന്ന ഭാഗത്ത് അയക്കുന്ന ആളുടെ ഇമെയിൽ ഐഡി കൊടുക്കുക. ടു എന്ന ഭാഗത്ത് ആർക്കാണോ അയക്കുന്നത് അവരുടെ ഇമെയിൽ ഐഡി നൽകുക. പിന്നീട് നൽകേണ്ടത് സബ്ജക്റ്റാണ്. എന്താണ് നമ്മുടെ കത്തിന്റെ വിഷയം എന്നുള്ളത് ചുരുക്കരൂപത്തിൽ അവിടെ എഴുതുക. അതിനുശേഷം നിങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയം അവിടെ എഴുതുക. ഇനി ഒരു ഇൻഫോർമൽ ലെറ്ററിന് ഉദാഹരണം നോക്കാം. Dear Surya, I hope you are keeping well and that everyone at home is keeping safe and healthy. I am writing this letter to share my experience. My father has bought a robot. It has become a big nuisance for me. He steals my belongings. Dad loves him more than me. How can I avoid him here? Can you give me a good idea to get rid of him? I hope you will tell me. Yours sincerely, Ricky. നമ്മുടെ പാഠഭാഗത്തെ റിക്കി എഴുതുന്ന കത്ത് നോക്കൂ. പ്രിയ സൂര്യ, നിങ്ങൾ സുഖമായി ഇരിക്കുന്നുണ്ടെന്നും വീട്ടിലുള്ള എല്ലാവരും സുരക്ഷിതരും ആരോഗ്യത്തോടെയും ഇരിക്കുന്നുണ്ടെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ അനുഭവം പങ്കുവെക്കാനാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. അച്ഛൻ ഒരു റോബോട്ട് വാങ്ങിയിട്ടുണ്ട്. അതെനിക്ക് വലിയ ശല്യമായി മാറിയിരിക്കുന്നു. അവൻ എന്റെ സാധനങ്ങൾ മോഷ്ടിക്കുന്നു. അച്ഛൻ എന്നെക്കാളും സ്നേഹിക്കുന്നു. ഞാൻ അവനെ എങ്ങനെ ഇവിടെ ഒഴിവാക്കും? അവനെ ഒഴിവാക്കാനുള്ള ഒരു നല്ല ഐഡിയ തരാമോ? നിങ്ങൾ എന്നോട് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിശ്വസ്തതയോടെ, റിക്കി. അടുത്തൊരു പ്രവർത്തനമാണ് ട്രാവൽ എക്സ്പീരിയൻസ് അഥവാ യാത്രാനുഭവം. ഒരു യാത്രാനുഭവം എങ്ങനെ എഴുതാം എന്ന് നോക്കാം. ആദ്യം ശ്രദ്ധിക്കേണ്ടത് ആദ്യ വ്യക്തിയിൽ ഞാൻ ഉപയോഗിച്ച് എഴുതുക. 2 കഴിഞ്ഞു പോയ രീതി എഴുതുക, അതായത് പാസ്റ്റ് സെന്റൻസ്. 3 ഉൾപ്പെടുത്തേണ്ട അനുഭവകാര്യങ്ങൾ: രുചികൾ, മണം, ശബ്ദങ്ങൾ, കാഴ്ചകൾ എന്നിവ ഉൾപ്പെടുത്തുക. ഒരു ഉദാഹരണം നോക്കാം. My school organized a picnic on Children's Day. It has been one of the most memorable days of my life. We went there by bus. When I first traveled within Wayanad village, it opened my eyes to how other people live. I saw how people lived happily even though they did not have much money or luxuries. I took a lot of photos with my friends and teachers. Self-confidence is another quality that I developed as a result of traveling. Whenever I travel, I have to be responsible for my own luggage, food and documents.
We entertained ourselves and enriched our knowledge during the tour. ശിശുദിനത്തിൽ എന്റെ സ്കൂൾ ഒരു പിക്നിക് സംഘടിപ്പിച്ചു. എന്റെ ജീവിതത്തിലെ ഏറ്റവും അവിസ്മരണീയമായ ദിവസങ്ങളിൽ ഒന്നായിരുന്നു അത്. ഞങ്ങൾ ബസിൽ പോയി. വയനാട്ടിലെ ഗ്രാമത്തിനകത്ത് ആദ്യമായി യാത്ര ചെയ്തപ്പോൾ മറ്റുള്ളവർ എങ്ങനെ ജീവിക്കുന്നു എന്നത് എന്റെ കണ്ണു തുറന്നു. അധികം പണമോ ആഡംബരമോ ഇല്ലാതിരുന്നിട്ടും ആളുകൾ സന്തോഷത്തോടെ ജീവിക്കുന്നത് ഞാൻ കണ്ടു. എന്റെ സുഹൃത്തുക്കളുടെയും അധ്യാപകരുടെയും കൂടെ ഒരുപാട് ഫോട്ടോകൾ എടുത്തു. യാത്രയുടെ ഫലമായി ഞാൻ വളർത്തിയെടുത്ത മറ്റൊരു ഗുണമാണ് ആത്മവിശ്വാസം. ഞാൻ യാത്ര ചെയ്യുമ്പോഴെല്ലാം എന്റെ സ്വന്തം ലഗേജുകളുടെയും ഭക്ഷണത്തിന്റെയും ഉത്തരവാദിത്തം എനിക്കായിരുന്നു. യാത്രക്കിടയിൽ ഞങ്ങൾ എൻജോയ് ചെയ്യുകയും ഞങ്ങളുടെ അറിവ് സമ്പന്നമാക്കുകയും ചെയ്തു. പ്രിയ കൂട്ടുകാരെ, ഇതുപോലുള്ള വീഡിയോ തുടർച്ചയായി ലഭിക്കുവാൻ താഴെ കൊടുത്ത ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായം രേഖപ്പെടുത്തുക. ഉപകാരപ്പെടുന്നവർക്ക് ഷെയർ ചെയ്തു കൊടുക്കുമല്ലോ.